നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 നവംബർ മാസം 9-ാം തീയതി 1201 ആണ്ട് തുലാമാസം 23-ാം തീയതി ഞായറാഴ്ച. ഇന്നത്തെ നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. ഇപ്പം നക്ഷത്രം വന്നിരിക്കുന്നത് തിരുവാതിരയാണ്. തിരുവാതിര നക്ഷത്രം പൊതുവെ ശുഭനക്ഷത്രത്തിൽപ്പെടുന്നതാണ്. തിരുവാതിര ശുഭനക്ഷത്രമാണ്. ഇന്നത്തെ ദിവസം ഞായറാഴ്ചയാണ്. സൂര്യഭഗവാന്റെ ദിവസമാണ്. പ്രപഞ്ചനാഥനായ സൂര്യൻ്റെ ദിവസമാണ്. അവധി ദിവസമായ ഇന്ന് ഒരു നല്ല ദിവസം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ നല്ലപോലെ എൻജോയ് ചെയ്യണം, നല്ലപോലെ ഉപയോഗപ്പെടുത്തണം. കുടുംബസമേതം ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്ന ദിവസവും കൂടിയാണ് അവധി ദിവസമായ ഞായറാഴ്ച. അപ്പോൾ കുടുംബത്തിനകത്ത് നമുക്കന്ന് നല്ല ദിവസമല്ലെങ്കിൽ പലതരത്തിലുള്ള അശാന്തി ഉണ്ടാവാനിടവരും, അസ്വസ്ഥതകൾ ഉണ്ടാവും. അപ്പോൾ ഇന്ന് ദിവസം നല്ലതായതുകൊണ്ട് നല്ല കാര്യങ്ങൾക്കെല്ലാം കൊള്ളാം, നല്ല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം, നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളാം. അതൊക്കെ നിങ്ങൾക്ക് വിജയത്തിലേക്ക് വരും. അതുപോലെ തുലാമാസത്തിലെ തിരുവാതിര നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ബർത്ത്ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ബർത്ത്ഡേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ കാരണം അതുകൊണ്ടാണ്. ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കുന്നത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ തിരുവാതിര നക്ഷത്രം, തുലാമാസത്തിലെ തിരുവാതിര നക്ഷത്രം വന്നിട്ടുള്ളവർക്ക് ഒരു വർഷം നിങ്ങൾക്ക് കുറേ നേട്ടത്തിൻ്റെ ഒരു വർഷമായിരിക്കും. സാമ്പത്തിക നേട്ടം മാത്രമല്ല, പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ കൊള്ളാം. അതുപോലെ ജോലിയിലിരിക്കുന്നവരാണെങ്കിൽ ജോലി കയറ്റം കിട്ടും. പുതിയ അംഗീകാരങ്ങൾ ആ മേഖലയിൽ അവർക്ക് വന്നു ചേരും. ഇപ്പോൾ അംഗീകാരം വരിക എന്ന് പറയുമ്പോൾ അവർക്ക് ചെയ്യുന്നതിനനുസരിച്ച് റിസൾട്ട് കിട്ടും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എന്തൊക്കെ പ്ലാനിങ് ഉണ്ടോ അതെല്ലാം ചെയ്യണം. ഒരു കാര്യങ്ങളും മാറ്റി വയ്ക്കരുത്. അത് നമുക്ക് അനുകൂലപ്രദമായി മാറും. അതിന് ഒപ്പം തന്നെ ഈ ഒരു വർഷക്കാലവും പെട്ടെന്ന് ഫലസിദ്ധി വരാൻ വേണ്ടി സൂര്യഭഗവാനെ പ്രാർത്ഥിക്കണം. സൂര്യനെ പ്രാർത്ഥിക്കുക. സൂര്യൻ്റെ എനർജി പെട്ടെന്ന് നമ്മളിൽ പ്രകടമാവും. അത് ലോകത്ത് എവിടെയായാലും സൂര്യനുണ്ട്. അമ്പലത്തിൽ പോകാനോ പ്രാർത്ഥിക്കാനോ ദേവാലയങ്ങളിൽ പോകാനോ ഒക്കെ ചിലപ്പോൾ പലപ്പോഴും കഴിഞ്ഞെന്ന് വരില്ല. അതുപോലെ തന്നെ ഇന്നും നല്ല ദിവസമാണ്. കുടുംബസമേതം ഔട്ടിങ്ങിനൊക്കെ പോകുന്നത് പ്രധാനമായിട്ട് ഞായറാഴ്ച ദിവസങ്ങളിലായിരിക്കും. അങ്ങനെ പുറത്തോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, യാത്രയ്ക്ക് മാത്രം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് രാവുകാല സമയം. രാവുകാലം ഇന്നും വന്നിരിക്കുന്നത് നമുക്ക് 4 മണി മുതൽ 4:30 മുതൽ 6 മണി വരെ 1.5 മണിക്കൂറാണ് രാവുകാല സമയം. കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ വലിയ വ്യത്യാസമില്ല. ശരിക്ക് 4:29 തൊട്ട് ആരംഭിക്കും. 1 മിനിറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ രാവുകാല സമയം നേരത്തെ തന്നെ തീരുകയും ചെയ്യും. 6 മണി വരെ ഇല്ല, 5:56 രാവുകാലം തീരും. അപ്പോൾ രാവുകാലത്തിലൊരു 3-4 മിനിറ്റിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. കുറവാണുള്ളത്, കൂടുതലല്ല. 1.5 മണിക്കൂറാണ് നമ്മൾ രാവുകാല സമയം എന്ന് പറയണമെങ്കിൽ തന്നെയും ചിലപ്പോൾ 1.5 മണിക്കൂറിൽ കൂടുതൽ വരും. ഇപ്പോൾ കുറവുണ്ട്, 5 മിനിറ്റോളം കുറവുണ്ട്. 29 സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ശരിക്ക് 56 ആകുമ്പോൾ തന്നെ 5:56 ആകുമ്പോൾ തന്നെ രാവുകാലം തീരുകയും ചെയ്യും. അതുപോലെ ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും പൊതുവേ ഒരു കാര്യങ്ങൾക്ക് നല്ലതല്ല. എല്ലാ ദിവസവും പ്രപഞ്ചം അവർക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് നമ്മൾ പറയുമല്ലോ, നമ്മൾ ചില റോഡിൽ സഞ്ചരിക്കുമ്പോൾ തന്നെ ഹൈവേ ആണെങ്കിൽ പോലും ഇടയ്ക്ക് ട്രാഫിക് ജാം ഉണ്ടാവും, ചിലപ്പോൾ സിഗ്നൽ ഉണ്ടാവും, ചിലപ്പോൾ അവിടെ എന്തെങ്കിലും മെയിൻ്റനൻസ് ഉണ്ടാവും. ഇതൊക്കെ പോലെ ഒരു ദിവസത്തിൽ അവർക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന കുറച്ച് പീരീഡ് ഉണ്ട്. അത് ഗുളികനും യമകണ്ഠനുമായിട്ട് കൊടുത്തിരിക്കും. ഇന്നത്തെ ഗുളിക കാല സമയം വരുന്നത് 3 മണി 2 മിനിറ്റ് തൊട്ട് 4 മണി 29 മിനിറ്റ് വരെ.
അതായത് ഏകദേശം കലണ്ടറിൽ ഇട്ടിരിക്കുന്ന സമയമായിട്ട് കറക്റ്റായിട്ട് വന്നിരിക്കുകയാണ്. ചെറിയ വ്യത്യാസം 2-3 മിനിറ്റിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുപോലെ യമകണ്ഠകാല സമയം വരുന്നതും 12:08 തൊട്ട് 1:35 വരെ. അവിടെയും ഒരു 8 മിനിറ്റിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അതിൻ്റെ ആരംഭത്തിൽ. അപ്പോൾ കലണ്ടറിൽ ഇട്ടിരിക്കുന്ന സമയമായിട്ട് വളരെ ബന്ധപ്പെട്ട് വരികയാണ്. അത് ഇന്നും അഭിജിത്ത് മുഹൂർത്തം ഞാൻ പറഞ്ഞു മുഹൂർത്തങ്ങളുടെ രാജാവാണ് അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:44 തൊട്ട് 12:32 വരെ വരുന്ന സമയമാണ്. ഈ 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. ഈ സമയം വളരെ ഇടയ്ക്കൊരു 4 മിനിറ്റ് ഒഴിച്ച് ബാക്കി സമയം നമുക്ക് എന്ത് ശുഭകാര്യങ്ങൾക്കും ഉപയോഗിക്കാം. അതേപോലെ തന്നെ അഭിജിത്ത് മുഹൂർത്തം വയ്ക്കുന്ന അതുപോലെ തന്നെ ഇന്ന് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും അതുപോലെ വീട്ടിൽ നിൽക്കുമ്പോഴും വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. സൂര്യൻ്റെ കളറായ സൂര്യന് എല്ലാ കളറും സൂര്യഭഗവാന്റെ കളർ തന്നെയാണ് എങ്കിൽ പോലും പ്രകടമായ സൂര്യൻ്റെ കളറ് ആയിട്ടുള്ള റോസ് കളറോ താമരപ്പൂവിൻ്റെ കളറോ റെഡ് മിക്സ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള വസ്ത്രധാരണം വസ്ത്രത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മളിലേക്ക് ആ പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ അന്നത്തെ എനർജിയുടെ ഭാഗം പെട്ടെന്ന് സ്വീകരിക്കാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.